ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ വന്നത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉള്ള സാധനം കൊണ്ട് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മീഡിയം സവാള 2 കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം 1 എടുത്തിട്ടുണ്ട്. അരി വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി നോക്കാം. ചോർക്കാം. അങ്ങനെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1.5 സ്പൂണ് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സോയാ സോസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുപോലെ ചോറ് വേവിക്കുമ്പോഴും ഉപ്പും പെരിഞ്ജീരകം, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ടാണ് ചോറ് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് ഊറ്റി എടുത്ത് വെച്ചിരിക്കുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇന്ന് റെഡി ആയിട്ട് ഓഫ് ആക്കി കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. സൂപ്പർ ടേസ്റ്റ്.